നമസ്കാരം. തിരുവനന്തപുരത്ത് തീരമേഖലയിലെ ഉയർന്ന പോളിംഗിൽ ആശങ്കയും പ്രതീക്ഷയും പങ്കുവച്ച് മുന്നണികൾ. ജയപരാജയങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഒപ്പമെന്നാണ് മൂന്ന് മുന്നണികളും അവകാശപ്പെടുന്നത്. ആര് ജയിച്ചാലും ചെറിയ ഭൂരിപക്ഷമെന്നാണ് മുന്നണികളുടെ മനക്കണക്ക്. കഴിഞ്ഞ തവണത്തെ പോളിംഗിലേക്ക് മണ്ഡലം എത്തിയില്ല. പക്ഷേ ഉയർന്നാണ് പോളിംഗ് തീരമേഖലകളിൽ രേഖപ്പെടുത്തിയത്. പാറശാല, നെയ്യാറ്റിൻകര, കോവളം എന്നിവിടങ്ങളിൽ പോളിംഗ് ശതമാനം 70% മുകളിലെത്തി. തീരദേശ ജനതയുടെ നിർണായക വോട്ടുകൾ ഏറെയുള്ള ഈ നിയമസഭാ മണ്ഡലങ്ങൾ ഒപ്പം നിന്നുവെന്നാണ് മൂന്ന് മുന്നണികളും അവകാശപ്പെടുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ ശശി തരൂരിന് വലിയ ഭൂരിപക്ഷം നൽകിയ ലത്തീൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഇത്തവണയും കൂടെ പോന്നെന്നാണ് UDF കരുതുന്നത്. നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ എന്നിവിടങ്ങളിൽ കാലിടറിയാലും ജയിക്കാനുള്ള വോട്ട് തീരമേഖല നൽകുമെന്നാണ് ആത്മവിശ്വാസം. 7 നിയമസഭാ മണ്ഡലങ്ങളിലും കരുത്ത് കാട്ടുമെന്നാണ് LDF ക്യാമ്പിന്റെ ഉറപ്പ്. ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടമുള്ള ജില്ലയുടെ തെക്കൻ മണ്ഡലങ്ങളിൽ LDFന് അനുകൂലമായ തരംഗമുണ്ടായെന്നാണ് അവകാശം. തരൂരിന്റെ വോട്ട് ബാങ്കുകളെ തുടക്കത്തിലെ രണ്ടായി പകുത്തെന്നാണ് NDA അവകാശപ്പെടുന്നത്. നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷം നൽകുമെന്നും കഴക്കൂട്ടത്തും തിരുവനന്തപുരത്തും സെൻട്രലിലും മുന്നേറ്റമുണ്ടാകുമെന്നുമാണ് BJP കണക്ക്. തീരമേഖലയിൽ സിറ്റിംഗ് MPയോടുള്ള എതിർപ്പ് രാജീവ് ചന്ദ്രശേഖറിന് ഗുണം ചെയ്യുമെന്നാണ് അവകാശവാദം. എത്ര കൂട്ടിയാലും കിഴിച്ചാലും 20,000-ൽ താഴെ മാത്രം ഭൂരിപക്ഷത്തിൽ ഒരു ജയമെന്നാണ് മൂന്ന് മുന്നണികളുടെയും തിരഞ്ഞെടുപ്പ് ക്യാമ്പുകളുടെ വിലയിരുത്തൽ. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.